ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയല്ലേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നടത്തിയ അഴിമതിയുടെയും കൊള്ളയുടെയും കറുത്ത ഏടുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ ഒരു പിടിവള്ളിക്കായി വിറളി പിടിച്ചവനെ പോലെ പെരുമാറുന്ന ഒരു സർക്കാരിനെയല്ലേ നാം കാണുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്യാപ്സൂളുകൾ ഇറക്കുന്നു. എന്നാൽ അതെല്ലാം അണികളെ തൃപ്തിപ്പെടുത്താനും പൂർണ്ണമായും കഴിയുന്നുമില്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരത്തോടെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. സഖാക്കളുടെ അഴിമതി കഥകളും ഭരണത്തിന്റെ മറവിൽ നടന്ന ധൂർത്തും കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ സ്വർണക്കൊള്ള ജനമനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ അനന്തരഫലമായിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 8 നിലയിൽ പൊട്ടിയടിഞ്ഞ കാഴ്ച വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭയം സർക്കാരിനെ ഇന്ന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം നേരിടുന്ന ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ വി.ഡി. സതീശൻ എന്ന കരുത്തനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് UDF എന്ന മുന്നണിയും സമാനതകളില്ലാത്ത തിരിച്ചുവരവാണ് നടത്തുന്നത്. ഇടതുപക്ഷം ഒരുക്കുന്ന ഓരോ കെണികളെയും തന്റെ കർക്കശമായ നിലപാടുകൾ കൊണ്ടും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടും അദ്ദേഹം തകർത്തെറിയുന്നു. കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടും കേസുകൾ എടുത്ത് പ്രതിരോധത്തിലാക്കാൻ നോക്കിയാലും തരിമ്പും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഇടതുപക്ഷം പകച്ചു നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് അധികാരത്തിന്റെ അന്ധമായ ദാഹം തീർക്കാൻ നിയമത്തെയും അന്വേഷണ ഏജൻസികളെയും ആയുധമാക്കുന്ന ഒരു സർക്കാരിന്റെ വിറള പിടിച്ച നെട്ടോട്ടമല്ലേ. സ്വന്തം സഖാക്കൾ നടത്തിയ കണ്ണിൽ ചോരയില്ലാത്ത അഴിമതി കഥകളും ശബരിമല കൊള്ളയും മറ്റും ധൂർത്തിന്റെ ചരിത്രവും ഓരോന്നായി വെളിച്ചത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ ഉഴലുന്ന CPM ഇന്ന് പഴയ ക്യാപ്സൂളുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അഴിമതിയുടെ കറ പുരണ്ട കൈകൾ മറച്ചു പിടിക്കാൻ അവർ കണ്ടെത്തിയ ഏറ്റവും ഒടുവിലത്തെ തന്ത്രമല്ലേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെയുള്ള പുനർജനി കേസ്. 1 വർഷം മുൻപ് വിജിലൻസ് നൽകിയ ശുപാർശ ഇപ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പൊടി തട്ടിയെടുക്കുന്നത് അത്യന്തം പരിഹാസമാണ്. വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും FCRA നിയമം ലംഘിച്ചെന്നും പറഞ്ഞ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന സർക്കാർ യഥാർത്ഥത്തിൽ സ്വന്തം പാപങ്ങൾ കഴുകിക്കളയാൻ മറ്റൊരു ഇരയെ കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിജിലൻസ് തന്നെ അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ ഒരു പരാതിയെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായി പിണറായി സർക്കാർ കാണുകയല്ലേ ഇവിടെ. വി.ഡി. സതീശൻ എന്ന കരുത്തനായ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലും പുറത്തും സർക്കാരിന്റെ ഓരോ കൊള്ളകളെയും അക്കമിട്ട് നിരത്തുമ്പോൾ അതിൽ പകച്ചുപോയ ഇടതുപക്ഷം ഗത്യന്തരമില്ലാതെ കുതന്ത്രം മെനഞ്ഞ് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ നോക്കുകയല്ലേ ഇവിടെ. വിദേശത്ത് പോയി പാവപ്പെട്ടവർക്കായി തറി വാങ്ങാനും വീട് വെച്ചു നൽകാനും പണം സമാഹരിച്ചതിനെ കുറ്റകരമായി കാണുന്നവർ സ്വന്തം പാർട്ടി ഓഫീസുകൾ പണിയാനും നേതാക്കളുടെ സുഖവാസത്തിനുമായി കോടികൾ എവിടെ നിന്നു വരുന്നു എന്ന മറുപടി പറയേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനിലെ കോടികളുടെ കമ്മീഷനും AI ക്യാമറ അഴിമതിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവിനെ കുടുക്കിയാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമല്ലേ. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയമായും നിയമപരമായും UDF നേരിടുക തന്നെ ചെയ്യും. കേരളം ഒരു വെള്ളരിക്ക പട്ടണമല്ലെന്ന ഈ ഭരണാധികാരികൾ ഓർക്കണമെന്നാണ് കെ. സുധാകരനും KC വേണുഗോപാലും ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. പിണറായി വിജയൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? മോദിയെയും BJP ഭരണകൂടത്തെയും പ്രീതിപ്പെടുത്തി തങ്ങളുടെ അഴിമതി കേസുകൾ അട്ടിമറിക്കാൻ നോക്കുകയല്ലേ. എന്നാൽ ഇതേ പിണറായി വിജയൻ അതേ കേന്ദ്ര ഏജൻസികളെ തന്നെ പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചുവിടാൻ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുകയല്ലേ ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് MA ബേബിയെ പോലുള്ള മുതിർന്ന പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ CPMന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നു.
കേന്ദ്ര ഏജൻസികൾ തങ്ങളെ തൊടുമ്പോൾ അവർ പറയുന്നത് എന്താണ്? അത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നല്ലേ? ഇങ്ങനെ മുറവിളി കൂട്ടുന്നവർ അതേ ഏജൻസികൾ പ്രതിപക്ഷ നേതാവിനെതിരെ വരുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അത്തരം നടപടികളെ സ്വാഗതം ചെയ്യുന്നത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്? തങ്ങൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന കണ്ടെത്തലല്ലേ CPM നടത്തിയത്? എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരം ഇടത് ക്യാമ്പുകളെ എത്രത്തോളം ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പുതിയ നീക്കങ്ങൾ. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ വിറളി പിടച്ചതുപോലെ ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ് സർക്കാർ. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ CPMന്റെ വിശ്വാസ്യത തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ വിശ്വാസികളെ വഞ്ചിച്ചതും സർക്കാർ നടത്തിയ ധൂർത്തും മറ്റ് അഴിമതി കഥകളുമൊക്കെ മായാതെ തന്നെ ജനമനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയം എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ആ വൻ പരാജയത്തെ ഏത് വിധേനയെയും തടയാൻ നോക്കുന്ന ഇടതുപക്ഷം VD സതീശൻ എന്ന വ്യക്തിയെയല്ല, മറിച്ച് ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസത്തെയാണ് ഭയപ്പെടുന്നത്. വിദേശത്ത് നിന്ന് പണം പിരിച്ചതിൽ നിയമലംഘനമുണ്ടെന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത ശുപാർശ നൽകിയെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ മിണ്ടാതിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇത്തരം ബോംബുകൾ പൊട്ടിക്കുന്നത് CPMന്റെ സ്ഥിരം ശൈലിയാണ്. എന്നാൽ ആ പഴയ തന്ത്രങ്ങൾ ഇനി കേരളത്തിൽ ചെലവാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇല്ല എന്ന് തന്നെയായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം. വികസനത്തിന്റെ പേരിൽ ധൂർത്തും അഴിമതിയും നടത്തുന്നവർക്ക് പുനർജനി പോലുള്ള ജീവകാരുണ്യ പദ്ധതികളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് സ്വാഭാവികം മാത്രം. നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയർ ഉദ്ധരിച്ച സ്പീക്കറെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ നോക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്നതിന് തുല്യമാണ്. പണ്ട് സഭയ്ക്കുള്ളിൽ അഴിഞ്ഞാടിയ സഖാക്കൾ ഇന്ന് നിയമം പഠിപ്പിക്കാൻ വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. ഈ വേട്ടയാടൽ VD സതീശന്റെയും UDFന്റെയും കരുത്ത് വർദ്ധിപ്പിക്കുകയേ ചെയ്യൂ. സത്യത്തെ കള്ളം കൊണ്ട് മൂടിവെക്കാൻ നോക്കുന്ന ഇടതുപക്ഷത്തിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അർഹമായ മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അധികാരത്തിന്റെ തണലിൽ എന്ത് അനീതിയും ചെയ്യാമെന്ന് കരുതുന്നവർ ഒരു കാര്യം ഓർക്കുക: ജനകീയ കോടതിയിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ വിറളി പിടിച്ച നീക്കങ്ങൾ നിങ്ങളുടെ തകർച്ചയുടെ ആഴം കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. CPM എന്ന പാർട്ടി ഇന്ന് ഭയപ്പെടുന്നത് VD സതീശനെയല്ല, മറിച്ച് തങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിണത ഫലങ്ങളെയാണ്. ആ ഭയമാണ് അവരെ കൊണ്ട് ഇത്തരം നീചമായ രാഷ്ട്രീയ നാടകങ്ങൾ കളിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണകൂടത്തിന്റെ അന്ത്യവും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ വിജയവും തന്നെയാണ്. എന്തായാലും VD സതീശനെതിരെയുള്ള പുനർജനി കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിപക്ഷത്തെ തളച്ചിടാം എന്ന് കരുതുന്ന പിണറായി വിജയനും കൂട്ടർക്കും K സുധാകരൻ നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. ഇതൊരു വെള്ളരിക്ക പട്ടണമല്ല. നിയമവും നീതിയും പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല, മറിച്ച് എല്ലാവർക്കും തുല്യമാണെന്ന് സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു. KC വേണുഗോപാൽ പറഞ്ഞതുപോലെ മോദിയെയും BJP ഭരണകൂടത്തെയും സുഖിപ്പിച്ച് എങ്ങനെയും ഭരണം നിലനിർത്താം എന്നാണ് പിണറായി സർക്കാർ നോക്കുന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നീക്കം. CPM നേതാക്കൾ പ്രതിക്കൂട്ടിലാകുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് നേരെ മുറവിളി കൂട്ടുകയും പ്രതിപക്ഷ നേതാവിനെ കുടുക്കാൻ അതേ ഏജൻസികളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ് ജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈവിട്ടു കഴിഞ്ഞു. ആ ഭയമാണ് അവരെ കൊണ്ട് ഇത്തരം വിനാശകരമായ രാഷ്ട്രീയ നീക്കങ്ങൾ ചെയ്യിക്കുന്നത്. നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇതിനെ നേരിടുമെന്ന് K സുധാകരൻ ആവർത്തിച്ചു പറയുമ്പോൾ UDF ഈ പോരാട്ടത്തിൽ പിന്നോട്ടില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. അഴിമതിയിൽ മുങ്ങിയ സഖാക്കളെ സംരക്ഷിക്കാൻ ജനകീയനായ ഒരു നേതാവിനെ ബലികൊടുക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിനെ പലിശ സഹിതം മറുപടി നൽകും.